ഇന്നത്തെ ഒരു ദിവസം ശരിക്കും പറഞ്ഞാൽ മൊത്തത്തിൽ മനസ്സമാധാനം പോയൊരു ദിവസം എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. നിങ്ങൾ തമ്മിലിൽ കണ്ടതുപോലെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മൾ കണ്ടുപിടിച്ച വീട് നമുക്ക് വേണ്ടാന്ന് വെക്കേണ്ട ഒരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ടായി. അതെന്താണെന്ന് നിങ്ങൾക്ക് വഴിയേ പറഞ്ഞ് മനസ്സിലാക്കാം. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. രാവിലെ ഇതാ കുഞ്ഞൻ പോയി, അതിനുശേഷം കേട്ടോ ഞാൻ പിന്നെ വീഡിയോസൊക്കെ എടുക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ ഈ ചക്കിപ്പൂച്ച ഇനി എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഇവൾ നമ്മുടേത് എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ. അവൾ ഇവിടെ തന്നെ ഇങ്ങനെ കറങ്ങിയൊക്കെ നടക്കുന്നതാണ്. പക്ഷേ മിക്കപ്പോഴും ഇവിടെ കാണും, ഫുഡൊക്കെ കൊടുക്കുകയും ചെയ്യും. നല്ല ഇണങ്ങുന്നൊരു പൂച്ചയായിരുന്നു കേട്ടോ. ഇവളുടെ മക്കളെ എനിക്ക് ഇതുവരെ കാണാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിൻ്റെ മക്കൾ എന്ത് ചെയ്യടി, ഇത്രയും ദിവസമായിട്ട് എനിക്ക് കാണാൻ പറ്റിയില്ലല്ലോ, ഇനി ഞാൻ പോകുകയാണെന്നൊക്കെ പറഞ്ഞ്. ഒരു ഉച്ച കഴിഞ്ഞപ്പോൾ അവളുടെ മക്കളെയൊക്കെ കൊണ്ട് അവൾ വന്നു കേട്ടോ. നമ്മൾ പറയുന്നതൊക്കെ പൂച്ചയ്ക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. മനസ്സിലുണ്ടാവുമായിരിക്കും അല്ലേ, ഇല്ലെങ്കിൽ ഇത്രയും നാളും കൊണ്ടുവരാത്ത മക്കളെയൊക്കെ കൊണ്ടുവന്ന് അവൾ വാതൊക്കെ കൊണ്ടുവന്ന് നിർത്തിയേക്കുമായിരുന്നു കേട്ടോ. ഞങ്ങൾ പുറത്തോട്ടൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്ക് എനിക്കും ഭയങ്കര സന്തോഷമായി. എനിക്ക് ഇതിന് മുന്നേ നമ്മുടെ ഒരു കറമ്പിപ്പൂച്ച ഉണ്ടായിരുന്നു. അവൾ രണ്ടു വട്ടം നമ്മുടെ ഈ ടെറസിൻ്റെ മുകളിലായിരുന്നു പ്രസവിച്ചത്. ലാസ്റ്റ് അവൾ മരിക്കുന്നതിന് തൊട്ട് മുന്നേ കുഞ്ഞായിരുന്നു കേട്ടോ. അവർക്ക് പാലുടി മാറിയിട്ടേ ഇല്ല, ഒന്നും കഴിക്കാറായിട്ടേ ഇല്ല, അങ്ങനത്തെ ഒരു കുഞ്ഞുങ്ങളായിരുന്നു. ആ ഒരു സമയത്തായിരുന്നു അവൾ മരിച്ചു പോയത്. അവൾ മരിക്കുന്നതിൻ്റെ തലേന്ന് രാത്രിയിൽ ഒരു 11:30-12 മണിയൊക്കെ ആയി കാണും. ഞങ്ങൾ വീഡിയോസൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുന്നൊരു സമയമായിട്ടോ ആ ഒരു സമയത്തൊക്കെ. അപ്പം വാതൊക്കെ വന്നിട്ട് ഇങ്ങനെ അകത്തോട്ട് ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കുമായിരുന്നു കുറേ നേരം. എന്നിട്ട് കരഞ്ഞുകൊണ്ടേ ഇരിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ ഇറങ്ങിപ്പോയി. പതിവില്ലാതെ ഇവളെന്താ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്, നമ്മുടെ അടുത്ത് ഒരു ദയനീയ അവസ്ഥയിൽ നമ്മുടെ മുഖത്തോട് നോക്കിയിരിക്കുമായിരുന്നു കേട്ടോ. എനിക്കതൊക്കെ കണ്ടപ്പോൾ ശരിക്കും സങ്കടം തോന്നി. അങ്ങനെ ശരിക്കും അവൾ പറഞ്ഞതെന്ന് വെച്ചാൽ എൻ്റെ മക്കളെ നിങ്ങൾ നോക്കിക്കോണേ എന്നായിരുന്നു തോന്നുന്നു പറഞ്ഞിരുന്നത്. പിറ്റേന്ന് തൊട്ട് അവളെ കാണുന്നില്ലായിരുന്നു. പിന്നീടാണ് അറിഞ്ഞത് റോഡ് സൈഡിൽ മരിച്ചു കിടക്കുന്നു എന്ന് കണ്ടെന്ന്. അങ്ങനെ പിന്നെ അന്ന് തൊട്ട് ഞാൻ ആ കുഞ്ഞുങ്ങളെ ഞാനായിരുന്നു നോക്കിയിരുന്നത്. പാലൊക്കെ നമ്മൾ കാച്ചി, അവർക്ക് പാലൊന്നും അങ്ങനെ കുടിക്കാനൊന്നും അറിയത്തില്ല. പിന്നെ അങ്ങനെ ഒരു വിധമൊക്കെ ഇങ്ങനെയൊക്കെ റെഡിയാക്കി എടുത്തു, ഫുഡൊക്കെ കൊടുത്തു, താഴത്തോട്ട് ഇറങ്ങി വരുത്തതേ ഇല്ലായിരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ അവസാനം ഒരു വിധമൊക്കെ ആയി ഒന്ന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് ചെയ്തെന്നറിയില്ല, ഒരാളിറങ്ങി, 3 പേരുണ്ടായിരുന്നു, 2 പേര് ഇറങ്ങി പൊക്കളഞ്ഞു, ഒരാൾ മരിച്ചു പോയി കേട്ടോ. പിന്നെ ഒരാളെ അപ്പുറത്തെങ്ങാണ്ട് ഇങ്ങനെ മരിച്ചു കിടക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ശരിക്കും സങ്കടം ഉണ്ടായിരുന്നു, അവർ രക്ഷപ്പെടുത്താൻ പറ്റിയില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ. അപ്പോൾ രാവിലെ തന്നെ നമ്മളുടെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. തുണി കഴുകാൻ കുറേ ഉണ്ടായിരുന്നുണ്ട്. ഈ കുഞ്ഞൻ്റെ ആണ് ഈ ഷർട്ടുകൾ ഓരോ വട്ടവും ഇങ്ങനെ ഇട്ടിട്ട് പോകുന്ന ഷർട്ടുകളാണ്. ഓരോ സ്ഥലത്ത് പോയിട്ടുണ്ടെന്ന് അങ്ങനെ ഇട്ടേക്കും. പിന്നെ അത് നമുക്ക് മടക്കിയെടുത്ത് വെക്കാൻ പറ്റത്തില്ലല്ലോ, വിയർപ്പിൻ്റെ ഒരു ഇതുള്ളതുകൊണ്ട്. അങ്ങനെ കൊരുത്തിട്ടുന്നത് അതെല്ലാം ഞാൻ പിന്നെ കഴുകിയിട്ടു. ഞാൻ പറഞ്ഞ അവിടെ അലക്കുകല്ലില്ല, നമ്മൾ അതുകൊണ്ട് ഇവിടുന്ന് കഴുകിയിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെയൊക്കെ നമ്മുടെ കിച്ചണിൽ കുറേ സാധനങ്ങളൊക്കെ ഇനിയും എടുക്കാനുണ്ട് കേട്ടോ. മേലത്തത് മാത്രമേ ഇന്നലെ നമ്മൾ കുറേയൊക്കെ ഇറക്കിയോളായിരുന്നു. ബാക്കിയൊക്കെ ഞാൻ ഈ പൊടികളിടുന്ന ഡപ്പകളും പിന്നെ ഉപ്പ്, ഓയിൽ ബോട്ടിൽസ് അതെല്ലാം ഈ ഒരു കവറിനകത്താക്കി മാറ്റാമെന്ന് വിചാരിച്ചു. അങ്ങനെ 1-2 എണ്ണത്തിനകത്താക്കി ഈ പൊടികളെല്ലാം മാറ്റി കേട്ടോ. അതാകുമ്പോൾ നമുക്ക് പിന്നെ എന്തെങ്കിലും പെട്ടെന്ന് അത്യാവശ്യത്തിന് എടുക്കുകയും ചെയ്യാമല്ലോ. പിന്നെ ഈ ഒരു കാലി ബോട്ടിലൊന്നും വേണ്ടാത്തൊന്നും അങ്ങനെ എടുക്കുന്നില്ല. വേണ്ടാത്തെന്ന് വെച്ചാൽ നമ്മൾ അത്യാവശ്യം വേണ്ടുന്നത് മാത്രമേ എടുക്കുന്നുള്ളൂ. അവിടെ കൊണ്ടുപോയാൽ തന്നെ നമുക്ക് വെക്കാനൊന്നും സ്ഥലമില്ല കേട്ടോ. ഇതോട്ട് കബോർഡും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ആ വീട് എന്തുകൊണ്ടാണ് എടുത്തതെന്ന് വെച്ചാൽ കുഞ്ഞൻ ജോലി ചെയ്യുന്നിടത്ത് അടുത്താണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, വലിയ സൗകര്യമായിട്ടൊന്നും ഇല്ല നമുക്ക്. പിന്നെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. കുഞ്ഞിന് യാത്രാ സൗകര്യം ഓക്കെ ആണോ, ഇല്ലെങ്കിൽ പിന്നെ ഇതോട്ട് അറ്റാച്ച്ഡ് ബാത്റൂം, കുഞ്ഞിൻ്റെ സേഫ്റ്റിയാണ് മെയിനായിട്ട് നോക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് കിടന്ന് അലയേണ്ടതായിട്ട് വന്നത്. കാരണം നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് നമുക്ക് പറ്റിയത് മാത്രമേ എടുക്കാൻ പറ്റൂ. ഇല്ലെങ്കിൽ നമ്മൾ ഒരെണ്ണം എടുത്തു കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ അവിടെ നിന്ന് മാറേണ്ടത് വരരുതല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കിടന്ന് നോക്കിയത്. ഇല്ലെങ്കിൽ നമുക്ക് എവിടെ കുറച്ച് ദൂരോട്ടായാലും കുഴപ്പമില്ല, നമുക്കങ്ങ് എടുത്താൽ മതി. അതേപോലെ വേറെ വഴിയുടെ പ്രശ്നം ഉണ്ടായാലും നമുക്ക് വലിയ പ്രശ്നമില്ല, കുഴപ്പമില്ലായിരുന്നു. പക്ഷേ നമുക്ക് വഴി നോക്കണം, പിന്നെ കാറ് കയറുന്നുണ്ടോ എന്ന് നോക്കണം, അതേപോലെ ഇതോട്ട് അറ്റാച്ച്ഡ് ബാത്റൂം, പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് നോക്കി നമുക്ക് ഇത് പിന്നെ വലിയ സൗകര്യമൊന്നും ഇല്ലെങ്കിലും ഞങ്ങൾക്ക് എന്തോ കുഴപ്പമില്ലാന്ന് തോന്നി കേട്ടോ. അങ്ങനെയാണ് ഇതെടുത്തത്. അങ്ങനെ നമ്മൾ കിച്ചണിലെ സാധനങ്ങളൊക്കെ ഒരുവിധം എല്ലാം നമ്മൾ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു ഹോളിൻ്റെ ഒരു മൂലയ്ക്കായിട്ട് കൊണ്ടുവെക്കാമെന്ന് വിചാരിച്ചേട്ടോ. അതാകുമ്പോൾ നമുക്ക് പോകുമ്പോൾ എടുത്തുകൊണ്ട് പോകാനൊരു എളുപ്പമാണല്ലോ. പിന്നെ ഈ ഒരു ഷോക്കേഴ്സിനകത്തുള്ള സാധനങ്ങളൊന്നും നമ്മൾ മാറ്റിയിട്ടില്ലായിരുന്നു. ഇത് ജഗ്ഗും ഗ്ലാസ്സുകൾ ഉടയുന്ന സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ പേപ്പറിനകത്താക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇറക്കി വെക്കാനും എളുപ്പമാണ്. അതുമാത്രമല്ല ഉടയത്തില്ല കേട്ടോ. നമ്മൾ ന്യൂസ് പേപ്പർ ഇട്ട് ഒന്ന് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്തൊന്ന് പൊതിഞ്ഞെടുക്കുമ്പോഴത്തേക്ക് അത് ഉടയത്തില്ല. അങ്ങനെ അതെടുത്ത് വെച്ചുകൊണ്ട് നിന്നപ്പോൾ മഴ ചടയുന്നൊരു വീഴക്കുമായിരുന്നു കേട്ടോ.
പെട്ടെന്ന് പെയ്തു, നല്ല വെയിലുണ്ട്, എന്നിട്ട് നല്ല രീതിയിൽ മഴ പെയ്യുകയും ചെയ്തു. തുണികളൊക്കെ ആണെങ്കിൽ ഒരുപാട് കഴുകി നമ്മൾ വെളിയിട്ടേക്കാണ്. അതൊന്ന് ഉണങ്ങിയെങ്കിൽ മടക്കി വെക്കാമെന്നും പറഞ്ഞാണ് പിന്നെയും നനഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞ് ഇതാ വെള്ളം പിടിക്കാൻ പിന്നെ തങ്ങി പറഞ്ഞു എന്തായാലും ബക്കറ്റൊക്കെ ഒഴിഞ്ഞിരിക്കുകയാണ്, നമുക്ക് എന്തായാലും വെള്ളം പിടിക്കാമെന്ന് പറഞ്ഞാൽ കൊണ്ടുവച്ചപ്പോൾ തന്നെ ആ പാത്രങ്ങളെല്ലാം നിറഞ്ഞു. അത്രയ്ക്ക് നല്ല മഴയായിരുന്നു. അത് കഴിഞ്ഞ് ഇതാ നമ്മൾ വന്നിട്ട് പിന്നെ ഇതാ പയറും പിന്നെ മാവ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഇതാ വേറൊരു ചാക്കിനകത്താക്കി. പിന്നെ ഇതാ ഇത് നമ്മൾ ഉള്ളിട്ടിരുന്ന ആ ഒരു സ്റ്റാൻഡായിരുന്നു കേട്ടോ. അത് ഞാൻ തുടച്ച് വൃത്തിയാക്കി. ഇനി ഉള്ളി ഇടണ്ട, വേറെ എന്തെങ്കിലും വെക്കാമെന്ന് ചോദിച്ചു. അതായത് നമുക്ക് മേക്കപ്പ് സാധനങ്ങൾ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ, അതെങ്ങാണം വെക്കാമെന്ന് വിചാരിക്കുകയാണ്. കാരണം നമ്മൾ അവിടെ പോയാലും ഇതുകൊണ്ട് ഷോക്കേഴ്സോ ഇല്ലെങ്കിൽ ചെറിയ ചെറിയ കബോർഡുകളോ അങ്ങനെയൊന്നുമില്ല റൂമിലായാലും. അതുകൊണ്ട് ഇതൊക്കെ എവിടെ വെക്കുമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് എന്തായാലും ഇത് തുടച്ച് വൃത്തിയാക്കി അല്ലാതെ വെക്കാമെന്ന് ചോദിച്ചു. കഴുകി എടുക്കാമെന്നാട്ടോ വിചാരിച്ചേ, പക്ഷേ ഇങ്ങനെ മഴയല്ലേ, നമ്മൾ കഴുകി പുറത്ത് വെച്ചിട്ടും കാര്യമില്ല. അതുകൊണ്ട് പിന്നെയും നനയ്ക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ തുടച്ചെടുക്കുന്നേ ഉള്ളൂ. പിന്നെ ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് ഇതാ മമ്മിയും ചിറ്റയും അനിയത്തിയൊക്കെ ആയിട്ട് വന്നു കേട്ടോ. പിന്നെ ഇതാ അവിടുന്ന് കുറേ സാധനം ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ ഇവിടുന്ന് കുറേ സാധനം ഞങ്ങൾ അങ്ങോട്ട് കൊടുത്തുവിട്ടു. സംഗീയുടെ തുണിയും ബാഗൊക്കെ ഇവിടെ ഇരിക്കുമായിരുന്നു. അവൾ മറ്റേ ജോലിക്ക് പോയിട്ട് വന്നപ്പോഴത്തേക്ക് അത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരുന്നായിരുന്നു, എടുത്തിട്ട് പോയില്ലായിരുന്നു. അങ്ങനെ അതെല്ലാം എന്താ അങ്ങോട്ടും കൊടുത്തു വിട്ടു. വേണ്ടാത്ത നമുക്ക് സാധനങ്ങളെല്ലാം അങ്ങോട്ട് കൊടുത്തു വിട്ടു കേട്ടോ. പിന്നെ ഇതാ ഇത് ചിറ്റയുടെ സ്പെഷ്യൽ ബിരിയാണിയാണ്, തമിഴ്നാട് സ്റ്റൈലില്ലേ, അതാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് ചിത്തി വെക്കുന്ന ഫുഡ്, അടിപൊളിയായിട്ടോ. ഈ അമ്മമാരും എല്ലാം അടിപൊളിയായിട്ട് ഫുഡ് വെക്കും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ചിറ്റ വരുന്ന സമയം മോശമാണ്, ഒരുപാട് കറിയുടെ റെസിപ്പി നിങ്ങളെ കാണിക്കാമെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ഈ ബിരിയാണി തന്നെ ഇവിടെ വന്ന് വെച്ച് അതിൻ്റെ റെസിപ്പീസും കൂടെ നിങ്ങളെ കാണിക്കാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. പക്ഷേ നമ്മളിവിടുന്ന് ഇറങ്ങേണ്ട ഒരു സമയത്താണ് അവരിവിടെ വന്നത്. അതുകൊണ്ട് പിന്നെ അതുകൊണ്ടാണ് ഫുഡ് ഇവിടെ വെക്കാതെ അവിടെ വെച്ച് തന്നെ ഇനി കൊണ്ടുവന്നത് കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ ഇവിടെ വെക്കത്തേ ഉള്ളായിരുന്നു. നമ്മൾ ഈ പാക്ക് ചെയ്യുന്ന സമയത്ത് പിന്നെ ഫുഡെല്ലാം കൂടെ വെക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ആകെ സമയം പോകുമല്ലോ. ഇന്ന് തന്നെ നമുക്ക് ഇവിടുന്ന് ഇറങ്ങാമെന്നുള്ളൊരു പ്ലാനിങ് ആണ്. വൈകിട്ട് പോയി എഗ്രിമെൻ്റൊക്കെ എഴുതിയിട്ട് നമ്മൾ കുറേ സാധനങ്ങളും കൂടെ അതിൻ്റെ കൂടെ നമുക്ക് കാറിലും കൊണ്ടുപോയിട്ട് അവിടെ കുറച്ച് വെച്ചിട്ട് പിന്നെ വന്ന് വണ്ടി വിളിച്ച് ബാക്കിയും കൂടെ കൊണ്ടുപോകാമെന്നും പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് എല്ലാം പിന്നെ ഇതാ വാരിയെല്ലാം റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ. പിന്നെ അങ്ങ് ടെൻഷനായിപ്പോയി. നമ്മൾ അത്രയും നേരം നമ്മൾ പതിയെ നിന്നെങ്കിലും പിന്നീട് ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ടെൻഷൻ പിടിച്ചിട്ടായിരുന്നു കേട്ടോ ബാക്കിയൊക്കെ ജോലികളൊക്കെ ഒതുക്കിയേ. പിന്നെ കുറേ പാത്രങ്ങളൊക്കെ ഞാൻ എടുക്കാത്തതൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അത് അങ്ങനെ ഇരുന്നുകൊണ്ട് പേസ്റ്റ് ബോർഡോടെ നമ്മൾ അങ്ങനെ എടുത്ത് വെക്കുകയാണ്. പിന്നെ ഇതാ ഞങ്ങൾ വൈകിട്ട് ഇറങ്ങാറായപ്പോൾ വീട്ടിൽ നിന്നാണെങ്കിൽ നല്ല പഴുത്ത വരിക്കച്ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മണം കേട്ടപ്പോൾ എനിക്ക് തിന്നാതിരിക്കാൻ തോന്നിയില്ല കേട്ടോ. പിന്നെ ഞാൻ അതിൽ നിന്ന് 2 എടുത്ത് കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ ഇതാ ഇറങ്ങി. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് കുഞ്ഞ് നേരത്തെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു, വീട്ടിൽ ജോലി സ്ഥലത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് എഗ്രിമെൻ്റൊക്കെ ഇന്ന് തന്നെ എഴുതിയിട്ടങ്ങ് മാറാമെന്നും പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്നും കൂടെ അല്ലേ ഉള്ളൂ ഡേറ്റ്. അങ്ങനെ ഇതാ ഞങ്ങൾ മൂന്നാംകുറ്റി വന്നൊരു കടയിൽ കയറി. മമ്മിക്കാണെങ്കിൽ ഒരേ നിർബന്ധമാണ്, വീട്ടിൽ ചെന്ന് കയറുമ്പോഴത്തേക്ക് അവിടെ ഒരു മഞ്ഞപ്പൊടിയും ഉപ്പും പിന്നെ വെള്ളമായിട്ട് ചെന്ന് കയറിയാൽ മതി, വെച്ചിട്ട് നമുക്ക് വന്നിട്ട് പിന്നെ ബാക്കി സാധനങ്ങൾ കൊണ്ടുപോകാമെന്നും പറഞ്ഞിട്ട് എന്നെ പിന്നെ നിർബന്ധിച്ച് അവിടുന്ന് സാധനം മേടിച്ചേട്ടോ. അങ്ങനെ അതും മേടിച്ച് പിന്നെ നമ്മൾ കരിക്കോട് പോയിട്ട് എഗ്രിമെൻ്റ് എഴുതാൻ അവിടുന്ന് മുദ്രപത്രം മേടിച്ചിട്ട് ഓണർ പറഞ്ഞത് അവർ തന്നെ എഴുതിക്കോളാം, കൊണ്ട് ചെന്നാൽ മതി എന്നും പറഞ്ഞിട്ടോ. അങ്ങനെ ഇതാ നമ്മൾ അവിടെ അത് കൊണ്ട് ചെന്നപ്പോഴാണ് കണ്ടത് വെള്ളമാണെങ്കിൽ പതഞ്ഞ് പൊങ്ങി കിടക്കുകയാണ്. അപ്പോഴും മോട്ടറും കൊണ്ട് ഇട്ടതേ ഉള്ളായിരുന്നു കേട്ടോ. മോട്ടർ ഇട്ടപ്പോഴത്തേക്ക് അതിൽ നല്ല രീതിയിൽ പത ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. അതേപോലെ മേലൂറ്റ്, അതായത് വെള്ളം കിടക്കുന്നതിൻ്റെ തൊട്ട് മുകളിലായിട്ടൊന്ന് ഊറ്റ് നന്നായിട്ട് ഇറങ്ങുന്നുണ്ട്. അതും ഒരുപാട് നിറഞ്ഞ് വെള്ളം കിടക്കുകയാണ്. നിങ്ങൾക്ക് ആ വീഡിയോയിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ആ ഒരു രീതിയിൽ കിടക്കുന്ന കാരണം ഞങ്ങൾ പിന്നെ ഭയങ്കര ടെൻഷനായിപ്പോയി. വെള്ളത്തിന് എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് എപ്പോഴും വെള്ളമൊക്കെ വെളിയിൽ നിന്ന് മേടിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ തുണിയൊക്കെ കഴുകാനായാലും അഴുക്ക് വെള്ളം അങ്ങനെ ഊറ്റിറങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ആവത്തില്ലേ. അതുകൊണ്ട് ഞങ്ങൾക്ക് ആകെ ആശങ്കയായിപ്പോയി, എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാതെ. പിന്നീട് നോക്കിയപ്പോഴത്തേക്ക് ഇതാ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ വെള്ളം നല്ല രീതിയിൽ ചോർച്ചയുണ്ടായിരുന്നു. വെള്ളം ഇങ്ങനെ എറ്റി വീണിട്ട് ആ താഴെ എല്ലാം ആവുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യ, തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. ഇന്ന് ഇറങ്ങേണ്ട ഡേറ്റുമാണ്, നമ്മൾ വിളിച്ച് പറയുകയും ചെയ്തല്ലോ ഇന്ന് ഇറങ്ങുമെന്ന്. അങ്ങനെ എന്തെന്നറിയാതെ അങ്ങനെ നിന്നപ്പോൾ നമ്മുടെ കൂടെ ഒരു ചേട്ടൻ, ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളെ വീട് കൊണ്ട് കാണിക്കുന്നൊരു ചേട്ടനായിരുന്നു. അപ്പോൾ ചേട്ടൻ ഞങ്ങളുടെ അടുത്ത് ഒരേ ഒരു കാര്യം ചോദിച്ചോളൂ, നിങ്ങളിത് എടുക്കുന്നുണ്ടോ, ഇല്ലെങ്കിൽ എൻ്റെ കൂടെ വാ നമുക്ക് വേറെ നോക്കാമെന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ അതായിരുന്നു കേട്ടോ ഒരു ധൈര്യം. അങ്ങനെ ആ ചേട്ടൻ്റെ കൂടെ ഞങ്ങളിതാ വീണ്ടും ഇറങ്ങിയിട്ട് അന്ന് രാത്രി തന്നെ നമ്മൾ വേറെയും വീട് നോക്കാൻ പോയി. അങ്ങനെ ഈ ഒരു വീട് നമ്മൾ ഇതിന് മുന്നേയും കണ്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ വന്ന് ഫ്രണ്ടിൽ വന്ന് നിന്നിട്ട് നമ്മൾ കയറിയില്ല, 2 നില വീടായിരുന്നു. പിന്നെ റെൻറ്റ് അല്പം കൂടുതലായതുകൊണ്ട് നമ്മൾ പിന്നെ അങ്ങ് തിരിച്ച് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് നമ്മൾ അവസാനം വീണ്ടും അവിടെ തന്നെ വന്ന് കയറിയപ്പം സുഖമായി, കറണ്ട് ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ടോർച്ച് നമ്മുടെ
ഫോണിൻ്റെ വെട്ടമൊക്കെ അടിച്ചായിരുന്നു നമ്മൾ പിന്നെ നോക്കിയൊക്കെ ചെയ്ത്. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ എന്താ കറണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മേലത്തെ ഫ്ലോറിൽ ഒരു റൂമും ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ആയിരുന്നു കേട്ടോ. അതായിരുന്നു ഇതാ ഈ ഒരു റൂം. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ നോക്കിയിട്ട് പിന്നെ ഇതാ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. റെൻറ്റിൻ്റെ കാര്യം ഇച്ചിരി കൂടുതലാണ്, നമുക്ക് ട്രാവലിങ്ങും കൂടുതലായതുകൊണ്ട് നമുക്ക് ഒരു എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നെ ഞങ്ങൾ എന്തായാലും നാളെ പറയാം ചേട്ടാ, നമുക്ക് രാവിലെയും കൂടെ ഒന്നും കൂടെ നോക്കിയതിന് ശേഷം നമുക്ക് തീരുമാനിക്കാമെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ വീട്ടിൽ വന്നു. ടെൻഷൻ അടിച്ച് കുറേ നേരം ഞാൻ കിടന്നു. അത് കഴിഞ്ഞാണ് കേട്ടോ ഫുഡൊക്കെ കഴിച്ചത്. ഇനി എന്താകുമെന്ന് അറിയത്തില്ല. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ആ ഒരു വീടിന് അഡ്വാൻസും കൊടുത്തിട്ടുണ്ടായിരുന്നു 5000 രൂപ. അത് കഴിഞ്ഞാണല്ലോ നമ്മൾ വേണ്ടാന്ന് പറഞ്ഞത്. അപ്പോൾ അവരിനി ആ അഡ്വാൻസ് തിരിച്ച് തരത്തില്ലെന്നൊക്കെയാണ് ആ ഒരു പുള്ളി പറഞ്ഞത്. ഇനി എന്താണ് ഏതാകുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നമുക്ക് നല്ല സമയമാണെന്ന് തോന്നുന്നു കേട്ടോ ഇപ്പോൾ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരെയും ടാറ്റാ, സീ യു.